ത്രിയേക ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. തിബിരിയാസ് കടലിന്റെ അക്കരെ ആരെയും ആകർഷിക്കുന്ന നല്ല പച്ചപ്പുല്ലുള്ള ആ മനോഹരമായ മലമുകളിൽ വെച്ച് നടന്ന സംഭവത്തെ വിവരിച്ചിരിക്കുകയാണ് ഈ വേദഭാഗത്തിൽ. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ആർക്കും ആവശ്യങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചു തരുന്ന വാക്യമാണ് ഇത്. ജനത്തിന് ഭക്ഷിക്കാൻ അപ്പമാണ് അപ്പോൾ ആവശ്യം. യേശുവിന് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ജനത്തിന് അപ്പം കൊടുക്കുകയാണ് ആവശ്യം. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. എന്നാലോ യേശുവിനെ പോലെ ആരുടെയും ആവശ്യങ്ങളുടെ ആഴം അറിഞ്ഞ് ഇടപെടാനുള്ള കൃപയാണ് ഇനി നമുക്ക് ആവശ്യം. ആവശ്യങ്ങൾ അറിഞ്ഞ് ഇടപെടാൻ കഴിയുന്നവർ ധാരാളം പേരുണ്ട്. പണ്ട് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം നടക്കുന്ന കാലം, ചെറിയ കുട്ടികൾക്ക് പോലും കഠിനമായ ജോലി ചെയ്യേണ്ടി വരുന്ന കാലം, കുട്ടികൾ ലഹരികൾക്ക് അടിമകളായി തീർന്ന് ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞു പോയ കാലം, അവരെ സ്നേഹിക്കാനും ഉപദേശിക്കാനും ആരുമില്ലാതെ പോയ കാലം, റോബർട്ട് റേക്സ് എന്നൊരു മനുഷ്യൻ ആ കുട്ടികളുടെ ദയനീയമായ അവസ്ഥയും ആവശ്യങ്ങളും അറിഞ്ഞ് ഒഴിവ് ദിവസമായ ഞായറാഴ്ച കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരോട് ഇടപെട്ടതിൻ്റെ പേരാണ് സൺഡേ സ്കൂൾ. അതെ, ഇന്നും കുട്ടികൾക്ക് പല പല ആവശ്യങ്ങളുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്നത്തെ കുട്ടികളുടെ ആവശ്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരോട് ഇടപെടാൻ കഴിയുന്ന മാതാപിതാക്കളെയും ഗുരുതുല്യരായ ആളുകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടുന്നതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. വാക്യം 7, 8, 9. ഏതൊരു രംഗത്തെയും കാര്യഗൗരവത്തോടെ കാണാൻ ഓർമ്മിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇവ. എന്ന് വെച്ചാൽ ഏത് കാര്യങ്ങളെയും അതിൻ്റെ കാര്യഗൗരവത്തോടുകൂടെ കാണണം എന്നുള്ളതാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷേ അത് തങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ യേശുവിന് തന്നെ ഒരത്ഭുതം ചെയ്ത് അവർക്ക് അപ്പം കൊടുത്ത് മടക്കി അയക്കാൻ ആകുമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞ് നേരം കളയാതെയും, ഈ മലമുകളിൽ ഇത്ര വലിയ പുരുഷാരത്തിന് അപ്പം കൊടുത്ത് മടക്കി അയക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് എന്ന് ഓർത്ത് സമയം കളയാതെ യേശു ഒരു കാര്യം പറഞ്ഞ നേരം തന്നെ അതിനൊരു നീക്കുപോക്കും പോംവഴിയും അന്വേഷിക്കുന്ന ശിഷ്യന്മാർ മാതൃകാപരം തന്നെ. ഒരു കാര്യം വന്നപ്പോൾ അതിൻ്റെ കാര്യഗൗരവത്തോടുകൂടെ തന്നെ കാര്യങ്ങളെ കാണാൻ ശിഷ്യന്മാർക്ക് സാധിച്ചതാണ് ഈ രംഗത്തിൻ്റെ ഭംഗി. മാത്രമല്ല, ശിഷ്യന്മാർ പരാതി ഒന്നും പറയാതെ ആ ജനത്തിന് ഇടയിലൂടെ പരതി നടന്ന് ഒരു ചെറിയ ബാലകനെയും അവൻ്റെ കയ്യിലുള്ള ചെറിയ ഭക്ഷണപ്പൊതിയെയും ആയി യേശുവിൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ശിഷ്യന്മാരെ പറ്റി തനിക്ക് തന്നെ ഒരു അത്ഭുതവും അഭിമാനവും തോന്നിയിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കുകയാണ്. കാരണം തനിക്ക് വാഴ്ത്താൻ അപ്പങ്ങളും മീനുകളും കിട്ടിയത് അനുഗ്രഹമായി മാറുകയാണ്. അസാധ്യമെന്ന് തോന്നി മാറി നിൽക്കാതെ അതിനെ സാധ്യമാക്കി തീർക്കാൻ ആ ശിഷ്യന്മാരുടെ ഇടപെടൽ പ്രധാനവും മാതൃകാപരവും തന്നെയാണ്. നമുക്കൊരു ദൈവമുണ്ട്. ഏത് രംഗങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വരുമ്പോഴും നമ്മെ കൊണ്ട് ആവുന്ന വിധത്തിൽ അന്വേഷണവും അത് നിർവഹിച്ചെടുക്കാനുള്ള മനസ്സാന്നിധ്യവും ധൈര്യവും പ്രകടിപ്പിച്ച് നിൽക്കുമ്പോൾ ആ രംഗത്തെ അത്ഭുതകരമായ വിസ്മയകരവുമായ രീതിയിൽ മറ്റൊരു രൂപവും ഭംഗിയും നൽകാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു സാഹചര്യവും വരുമ്പോൾ വിരണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മട്ടോടെ മാറി നിൽക്കുകയല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും
എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന വിചാരത്തോടും വിശ്വാസത്തോടും കൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ ഏതൊരു രംഗത്തെയും വിസ്മയകരമാക്കി മാറ്റാൻ കഴിയും നമ്മുടെ ദൈവത്തിന് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗമാണ് ഇത്. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്ത് അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. വാക്യം 12. ഒന്നും പാഴല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നിനെയും പാഴാക്കരുത് എന്ന് സാരം. കാരണം ഓരോന്നിലും ഒരത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. വന്നവരും നിന്നവരും ഭക്ഷിച്ചു, പ്രോഗ്രാമും അവസാനിച്ചു. ഇനി എങ്ങനെയായാലും മതി, നമുക്ക് മടങ്ങാം എന്നതല്ല യേശു കർത്താവിൻ്റെ ശൈലി. അവസാനം ബാക്കി വന്ന ആ വാഴ്ത്തപ്പെട്ട അപ്പങ്ങളോടും മീനുകളോടും പോലും ആദരവ് കാണിക്കുന്ന കർത്താവ് പറയാതെ പറയുന്നൊരു സത്യമുണ്ട്. ഇവിടെ ബാക്കി വന്നു എന്നത് ശരി, പക്ഷേ മറ്റാരൊക്കെയോ ഈ ഭക്ഷണം കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. അഭിഷേകത്തിനുള്ള എണ്ണയുമായി ഇശായിയുടെ ഭവനാങ്കണത്തിൽ നിൽക്കുമ്പോൾ 7 പുത്രന്മാരും പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും ശമൂവേൽ പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. മനസ്സ് പറയുകയാണ്, ഇനിയും ഒരാൾ ബാക്കിയുണ്ട്. അതെ, ഇനി ഇളയവൻ ബാക്കിയുണ്ട്. അവൻ ആട്ടിടയനാണ്, അവനും വരട്ടെ. അങ്ങനെയാണ് ദൈവം. ആരെയും മാറ്റി നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ ഇഷ്ടമില്ലാത്ത ഒരു യേശു കർത്താവ്. എല്ലാവരും പ്രധാനമാണ്. ആരെയും ദൈവം ഉപയോഗിക്കാനിരിക്കുകയാണ്. ആരിലും അത്ഭുതവും സാക്ഷ്യവും ഒളിച്ചിരിപ്പുണ്ടെന്ന് ജെമീമ റോഡ്രിക്സും ഇന്നലെ തെളിയിച്ചല്ലോ. ചുരുക്കത്തിൽ എല്ലാ കുട്ടികളും അവരുടെ കയ്യിലെ ചെറിയ ചെറിയ പൊതികളും പ്രധാനമാണ്. നമ്മളായി അത് പാഴാണ് എന്ന് കരുതരുത്. പ്രധാനമാണ് എന്ന് കരുതാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.